ഹായ് ഹലോ, ഇപ്പോൾ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇന്ന് എന്തൊക്കെയായിരിക്കും ഇനി മിഥുൻ്റെ പേര് പറഞ്ഞ് നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും മിഥുൻ എന്ന ഈ ഒരു പാർട്ട്ണറും കൊണ്ട് ഇന്ത്യവരത്തിൽ നന്ദയുടെ പേരിൽ വലിയൊരു യുദ്ധം തന്നെ സംഭവിക്കാൻ പോവുകയാണ്. ഈ ഒരു കാര്യം അരുന്ധതി അറിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളിലും നന്ദയെ കുറ്റം പറയാനായിട്ട് ശ്രമിക്കുന്ന അരുന്ധതി ഈ ഒരു കാര്യം കേട്ടാൽ വീണ്ടും വീണ്ടും നന്ദയെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കത്തുള്ളൂ. പിന്നെ എന്തൊക്കെയായിരിക്കും ഇതിന്റെ പേരിൽ നന്ദയ്ക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് ഭയങ്കര സന്തോഷമായി ഒരു ഡാൻസിന് ഈ ഒരു ഡാൻസിന് ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നല്ലൊരു കലാകാരനെ കൂടെ കിട്ടിയതിലും പിന്നെ ഗൗതം സാർ ഇതിലൊരു എതിർപ്പും പറയാതെ സമ്മതിച്ചതിലേക്ക് ഭയങ്കര സന്തോഷമായി. അത് തൻ്റെ അച്ഛൻ്റെ ഫോട്ടോയിൽ മുന്നിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതം കയറി വരുന്നത്. അങ്ങനെ അവർക്കിടയിലുള്ള സംസാരത്തിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു മിഥുനെ പറ്റി നന്ദ പറയുന്നുണ്ട്. നല്ലൊരു കലാകാരനാണെന്നും നല്ല സ്മാർട്ടാണെന്നും എന്നൊക്കെ പറയുമ്പോൾ ഈ ഗൗതമിൻ്റെ ഉള്ളിൽ ചെറിയൊരു കുശുമ്പ് ഉണരുന്നുണ്ട്. തന്നെ നല്ല പൊക്കി പറയാതെ മിഥുനെ തൻ്റെ മുന്നിൽ നിന്ന് പൊക്കി പറയുന്നത് ഗൗതമിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇത് നന്ദയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഗൗതമിനെ എരിവേറ്റാൻ വേണ്ടിയിട്ട് നന്ദ ഓരോ കാര്യങ്ങളും മിഥുനെ പറ്റി പൊക്കി പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കുശുമ്പും അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുസൃതികളൊക്കെ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. ഈ അത് കഴിഞ്ഞ് ആ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഗൗതം ഒരു ചായ എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ എന്തായാലും നന്ദ ആ ഒരു ചായയൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. എന്നാലും വീണ്ടും ഗൗതമിനെ വീണ്ടും കുശുമ്പ് കയറ്റി ചുമ്മാ കുസൃതികൾ പറഞ്ഞ് ഗൗതമിനെ വീണ്ടും എരിവേറ്റാൻ വേണ്ടി ശ്രമിക്കുവാണ്. അങ്ങനെ ആ ഒരു തമാശയ്ക്കിടയിൽ അങ്ങനെ രാവിലെ തന്നെ നന്ദ ആ ഒരു ഡാൻസിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് ദിവസത്തിനകത്ത് വെച്ച് പ്രോഗ്രാം വരും. അപ്പോൾ നല്ല ബെസ്റ്റായിട്ട് ഡാൻസ് കളിക്കണം എന്ന് ആഗ്രഹിച്ച് കൊണ്ട് തന്നെ നന്ദ ആ ഒരു കാര്യങ്ങൾ ഗൗതമിനോട് പറഞ്ഞ് പ്രാക്ടീസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പവിത്ര വരുന്നത്. അപ്പോൾ പവിത്ര വന്ന് എന്നും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഡാൻസും പിന്നെ പാട്ടുമൊക്കെ കേൾക്കുന്നതുണ്ട്. ഇതെന്താ എന്നൊക്കെ നോക്കി പോകുന്ന സമയത്താണ് നന്ദ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ എന്താണെന്ന് കാര്യം ചോദിക്കുമ്പോൾ നന്ദ അവിടെ പറയുന്നുണ്ട്, എനിക്കൊരു സെലക്ഷൻ കിട്ടിയെന്നും ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ചെയ്യുന്നതാണെന്നും എനിക്കൊരു പാർട്ട്ണർ ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നന്ദ പവിത്രയോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേര് വെച്ച് നന്ദയെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ നന്ദയെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതിൽ വലിയൊരു ഭൂകമ്പമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പവിത്ര ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇതേപടി തന്നെ ലക്ഷ്മിയും മോഹിനിയും പിന്നെ പിങ്കിയും നമ്മുടെ എല്ലാവരും അവിടെ ആ ഒരു അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ പവിത്ര പോയി മോഹിനിയോടൊക്കെ പറയുന്നുണ്ട്, എന്തായാലും നന്ദയേച്ചിക്ക് ഡാൻസിൻ്റെ കാര്യങ്ങൾക്ക് ഇങ്ങനെ സെലക്ഷൻ കിട്ടിയെന്നും ഡാൻസ് പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും പക്ഷെ പാർട്ട്ണർ മിഥുനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം വെച്ച് തന്നെ മോഹിനി അവിടെ നന്ദയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇന്ത്യവരത്തിലെ ആ ഒരു അഭിമാനം തകർക്കാൻ വേണ്ടിയിട്ടാണ് നന്ദ ശ്രമിക്കുന്നത്. ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് അതും ACPയുടെ ഭാര്യയായിട്ട് ഇങ്ങനെ മറ്റൊരു അന്യ പുരുഷനോട് കൂടി ഡാൻസ് കളിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയും എന്നൊക്കെ പറഞ്ഞ് അവിടെ നന്ദയെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴും നമ്മുടെ മോഹിനിക്കെതിരെ സംസാരിച്ച് ലക്ഷ്മി അവിടെ സപ്പോർട്ട് ചെയ്ത് നന്ദയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. എങ്കിലും ഈ ഒരു പ്രശ്നം വെച്ച് അരുന്ധതിയുടെ അടുത്ത് പറഞ്ഞ് വലിയൊരു പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പവിത്രയും മോഹിനിയും കൂടി അരുന്ധതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ എന്തായാലും തന്നെ പിങ്കിയെ നന്ദ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു നെക്ലസിൻ്റെ പേര് പറഞ്ഞ്. അപ്പോൾ ഈ ഒരു പ്രശ്നം, ഈ ഒരു ഡാൻസിൻ്റെ പ്രശ്നം എരിവേറ്റി വലിയൊരു പ്രശ്നമാക്കി മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു നന്ദയുടെ ഈ ഒരു കാര്യത്തിൽ നിന്ന് മോചനം കിട്ടും, അല്ലെങ്കിൽ നന്ദയ്ക്ക് 8ൻ്റെ പണി കൊടുക്കാനും നല്ലൊരു അവസരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പിങ്കി ഇതിനുള്ള ഒരു പ്രശ്നം ഊതിപ്പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ നന്ദ വലിയ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് റൂമിൽ ഗൗതമിന് ഉള്ള ഷൂ ഒക്കെ പൊളിച്ച് എഴുതുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിഥുൻ്റെ കോൾ വരുന്നത്. എന്നിട്ട് ഡാൻസിനെ പറ്റിയുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മിഥുൻ വിളിക്കുന്നത്. അപ്പം മിഥുൻ്റെ ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗൗതമിൻ്റെ ഷൂ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദ വിട്ടുപോകുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൗതം വരുന്നത്. എന്നിട്ട് ഗൗതം നന്ദയോട് പറയുന്നുണ്ട്, നന്ദ എനിക്കൊരു ഗ്ലാസ് ചായ വേണം, എനിക്ക് ഭയങ്കര തലവേദന, എനിക്കൊരു ഗ്ലാസ് ചായയും കൂടി വേണമെന്ന് പറയുമ്പോൾ നന്ദ അത് ശ്രദ്ധിക്കുന്നില്ല. നന്ദ ഈ ഒരു ഫോണിൽ തന്നെ വീണ്ടും ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ വീണ്ടും ഗൗതം പറയുന്നുണ്ട്. പക്ഷെ നന്ദ കേൾക്കുന്നില്ല. ആ ഒരു സംസാരത്തിന്റെ ഇടയിലാണ് മിഥുന്റെ പേര് കേട്ടപ്പോൾ ഗൗതമിന് മനസ്സിലായത് മിഥുനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നന്ദയോട് പറഞ്ഞപ്പോൾ നന്ദ കേൾക്കാത്തത് കൊണ്ട് തന്നെ ഗൗതം ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് നന്ദയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദേഷ്യം പെട്ട് ഇത് കേട്ട ഉടനെ തന്നെ നന്ദ മിഥുന്റെ കോള് കട്ട് ചെയ്തിട്ട് ഗൗതമിനോട് ചോദിക്കുമ്പോൾ, നിനക്ക് ഞാൻ പറഞ്ഞ ഒരു കാര്യം നീ കേട്ടതും ഇല്ല. നീ ഒരു ചായ വേണം എന്ന് പറഞ്ഞിട്ട് നീ അത് കേൾക്കാതെ ആ ഒരു ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ മിഥുൻ അത്യാവശ്യമായിട്ട് വിളിച്ചതാണ് ഡാൻസിന്റെ കാര്യം പറയാനായിട്ട്. ഞാൻ ഇപ്പൊ ചെയ്തു തരാം എന്ന് പറഞ്ഞതല്ലേ, നീ ഒരു കാര്യവും കേൾക്കണ്ട. ശരി, എനിക്ക് ചായ വേണ്ട, ആ ഒരു ഷൂ പോളിഷ് തന്നൂടായിരുന്നു നിനക്ക്. എനിക്ക് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകണം എന്നുള്ള കാര്യം നിനക്കറിയാമായിരുന്നല്ലോ, എന്നിട്ട് നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് നന്ദയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവസാനം നന്ദ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഗൗതം ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങി പോവാണ്. അപ്പോൾ നന്ദയ്ക്ക് ഭയങ്കര സങ്കടമായി. നന്ദ ഒരുപാട് കാരണം ഗൗതം സാർ ഇങ്ങനെ എന്നോട് പെട്ടെന്ന് ദേഷ്യപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ നന്ദ പോയി ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഗൗതം കുറച്ച് ദൂരം പോയപ്പോൾ ഗൗതമിന് ഭയങ്കര സങ്കടമായി. ഞാൻ ഒരിക്കലും നന്ദയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന്. അങ്ങനെ തിരിച്ച് നന്ദയടുത്ത് വന്നിട്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു പോയതാണ്, നീ ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞ് നന്ദയെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അങ്ങനെ അവർക്കിടയിലുള്ള ഒരു പ്രശ്നം സോൾവ് ആക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു പ്രശ്നം അവർക്കിടയിൽ ഇങ്ങനെ ഊതിപ്പെരിപ്പിക്കാൻ ഇങ്ങനെ ഊതി വരുന്നുണ്ടെങ്കിലും അത് അവർ തന്നെ സോൾവ് ആക്കി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു പ്രശ്നം വീണ്ടും ഊതിപ്പെരിപ്പിക്കാൻ വേണ്ടിയിട്ട് മോഹിനിയും പവിത്രയും കൂടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യത്തിൽ എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് മഹേശ്വരൻ ടൂർ പോയ കാര്യങ്ങളൊക്കെ ലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർക്കിടയിലുള്ള സംസാരത്തിന്റെ ഇടയിലാണ് പിങ്കി ഒരു ടിഫിനും കൊണ്ട് നന്ദയ്ക്ക് വന്നത്. അപ്പോൾ ടിഫിനും ഇന്നും പിങ്കിയാണോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരങ്ങൾ വരുമ്പോഴാണ് നന്ദയ്ക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നന്ദ പിന്നെ ഞാനും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ആ സമയത്താണ് അരുന്ധതിക്ക് മനസ്സിലാവുന്നത് നന്ദ ഡാൻസ് കളിക്കുവാണ്, അല്ലെങ്കിൽ നന്ദ പാർട്ട്ണർ ഈ മിഥുനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അരുന്ധതി മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഗൗതമും നന്ദയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യവും പറഞ്ഞ് നന്ദയെ വീണ്ടും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അരുന്ധതി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നന്ദയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് ഗൗതം ഉണ്ടെങ്കിൽ പോലും അരുന്ധതി ഈ ഒരു ഡാൻസിൽ നിന്ന് നീ പിന്മാറണം എന്ന് തന്നെ ഒരു തീരുമാനത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഗൗതമിൻ്റെ നന്ദയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇവരുടെ ജീവിതം തന്നെ തകരാനുള്ള സാധ്യതകളാണ് കണ്ടുവരുന്നത്. കാരണം നന്ദ മിഥുനെ ഒരുപാട് ഉയർത്തി ഇങ്ങനെ സംസാരിക്കുന്നതും അല്ലെങ്കിൽ മിഥുൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഗൗതമിന് അത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല. ഈ ഒരു പ്രശ്നം ഊതിപ്പെരിപ്പിച്ച് വലിയൊരു ഭൂകമ്പമാക്കാൻ വേണ്ടിയിട്ട് പിങ്കിയും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ ആയിരിക്കും ഈ ഒരു മിഥുൻ കാരണം നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ വിള്ളൽ വീഴുമോ? അങ്ങനെ വിള്ളൽ വീണില്ല എന്നുണ്ടെങ്കിൽ പിങ്കി തന്നെ വിള്ളൽ വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുമോ? ഇനി എന്തൊക്കെ നടക്കും എന്ന് നമുക്ക് നാളെ കാണാം. അതൊരിക്കലും ടാറ്റ ബൈ.